Good morning, all. കഴിഞ്ഞ എടുത്ത് നോക്കിയോ എല്ലാവരും? മെറ്റീരിയൽസ് മാനേജ്മെന്റ് നോക്കിയോ? ക്ലിയർ ആണോ എല്ലാം? മിസ് എടുത്ത ഭാഗം വരെ ഓക്കെ ആണോ? ഓക്കെ ആണ്. അത് ബാക്കി കണ്ടിന്യൂ ചെയ്യാലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ മിസ് വെഞ്ചർ ഇവാലുവേഷൻ വരെയല്ലേ പറഞ്ഞത് മിസ് അല്ലെ? വെഞ്ചർ ഇവാലുവേഷൻ ഈസ് പെർഫോംഡ് relying on quality rating and delivery rate അല്ലെ? എന്താണ് നമ്മൾ വെഞ്ചറിനെ വാലുവേറ്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത് അവരുടെ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഗുണനിലവാരത്തിന്റെ അടിസ്ഥാനത്തിലും കൂടാതെ അവര് നമുക്ക് നമ്മൾ അവരുമായിട്ട് പർച്ചേസിങ് നടത്തിയ ഒരു പർച്ചേസ് ഓർഡർ കൊടുത്ത് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകാൻ എടുക്കുന്ന ആ ഒരു കാലയളവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൊരു വെൻഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് വെൻഡർ ഹാസ് ടു ബി ട്രസ്റ്റ് വർത്തി. എന്താണ്? വിശ്വാസയോഗ്യരായിട്ടുള്ള ഒരു വെൻഡേഴ്സിനെ ആയിരിക്കണം അല്ലെ തിരഞ്ഞെടുക്കാൻ കിടക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം അവര് തരുന്ന സാധനങ്ങളിലും ക്വാളിറ്റി വേണം അല്ലെ, സ്റ്റാൻഡേർഡ് വേണം, അവർ പറഞ്ഞ ഡേറ്റിന് നമുക്ക് തരണം അല്ലെ. അപ്പൊ എന്താണ്? വിശ്വാസയോഗ്യരായിട്ടുള്ള വെൻഡേഴ്സിനെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലില് അപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെ എന്താണ് ഒരു വെൻഡേഴ്സിന്റെ ലിസ്റ്റ് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ട്. ഓക്കെ അല്ലേ? അംഗീകൃത ഒരു ലിസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഏത് വെൻഡേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് പർച്ചേസ് ഈസ് എ ബിസിനസ് ഫംഗ്ഷൻ since we convert resource into services and is then issued അല്ലെ. എന്താണ് നമ്മുടെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് പ്രവർത്തനമാണ് അല്ലെ. നമ്മ വെൻഡേഴ്സിന്റെ എന്താണ് സാധനങ്ങൾ പ്രോഡക്ട്സുകള് അതല്ലെങ്കിൽ ഐറ്റംസ് നമ്മൾ ബൈ ചെയ്യാണ് അല്ലെ, വാങ്ങുകയാണ് അല്ലെ. നമ്മ പൈസ ചെലവാക്കി നടത്തുന്ന ഒരു പ്രവർത്തനമല്ലേതോ? ആണോ? പറയ്. ബിസിനസ് പ്രവർത്തനമാണത്. എന്താണ്? നമ്മ ഉണ്ടാക്കിയ ആരോ ഫസ്റ്റ് പീരീഡ് അല്ലേ? ഒന്ന് ആക്റ്റീവായിട്ടൊക്കെ ഇരുന്നേ ഒന്ന്. അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ ക്ലാസ് മുന്നോട്ട് പോവാൻ. മിസ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞേ. പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് പ്രവർത്തനമാണോ? ഇതാണോ? ആണ് അല്ലെ. എന്താണ്? നമ്മ പ്രോഡക്റ്റിന് നമ്മ സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റിന് പൈസ കൊടുക്കുന്നുണ്ട് അല്ലെ, പേയ്മെന്റ് നടത്തുന്നില്ലേ? അപ്പൊ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലില് അവര് വാങ്ങുന്ന റിസോഴ്സുകൾ അല്ലെ എന്താണ്? ഫങ്ഷൻ സിൻസ് വി കൺവേർട്ട് റിസോഴ്സ് ഇൻ ടു സർവീസ് ആൻഡ് ഈസ് ദെൻ ഇഷ്യൂഡ് അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ അവര് വാങ്ങുന്ന ആ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സുകള് അല്ലെങ്കിൽ അവര് വാങ്ങുന്ന എക്യുപ്മെന്റുകൾ മെഷീനറീസ് അവരെന്തായിട്ടാണ് നമ്മുടെ പേഷ്യൻസിന് ഇഷ്യൂ ചെയ്യുന്നത്? സർവീസുകളായിട്ടാണ് അല്ലെ, സേവനങ്ങളായിട്ടല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നത്. ട്രീറ്റ്മെന്റ്, കെയേഴ്സ് അല്ലെ. അപ്പൊ എന്താണ്? അവര് വാങ്ങുന്ന ആ ഒരു എന്താണ് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം, അവര് വാങ്ങുന്ന ആ ഒരു റിസോഴ്സുകള് എന്താണ്? അവര് സർവീസുകളായിട്ട് നമ്മുടെ പേഷ്യൻസിന് വിതരണം ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിംഗ് ഈസ് എ സ്പെൻഡിങ് ഫംഗ്ഷൻ അല്ലെ. എന്താണ്? പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെലവാക്കാണ് അല്ലെ, പൈസ ചെലവാക്കല്ലേ. ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മളാണെങ്കിലും അല്ലെ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അതൊരു ചെലവിട പ്രവർത്തനമാണ് അല്ലെ, സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇറ്റ്സ് കോർഡിനേറ്റ്സ് വിത്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇവന്റ് ഓഫ് ബൾക്ക് പർച്ചേസസ്. ഒരു ഹോസ്പിറ്റലില് നമ്മൾ ബൾക്കായിട്ട് ഒരുപാട്
അളവിൽ നമ്മ സാധനങ്ങള് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു കോർഡിനേഷൻ വേണം, കോപ്പറേഷൻ വേണം. എന്താണ് അവരെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും ബൾക്ക് പ്രോഡക്റ്റുകൾ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? വേണ്ടേ? അല്ലാണ്ട് നമ്മ വലിയ ഒരു അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മ ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് ഇത് നമ്മ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഏകോപിപ്പിച്ച് അവരുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് നമ്മ അങ്ങനെയുള്ള ഒരു പർച്ചേസിംഗ് നടത്തുന്നത്. നെക്സ്റ്റ്, purchasing is a vigorous management activity as we require proper planning of materials, price of forecasting, demand forecasting, organizing with arrangements of preparations, coordination, able administration and timely decision. എന്ന് വെച്ചാല് നമ്മുടെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള മാനേജ്മെന്റ് പ്രവർത്തനമാണ്. ശരിയാണോ? നമ്മ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കണം? പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കണം അല്ലെ? ഓരോ മെറ്റീരിയൽസും നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യമുണ്ട്, ഏത് വെൻഡേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യണം അല്ലെ? യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര ഒരു പ്രോഡക്റ്റുകൾ ആവശ്യമായി വരുന്നുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിന് ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ, ബെനിഫിറ്റ്സ് ഉണ്ടോ അല്ലെ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം അല്ലെ ആ ഒരു മെറ്റീരിയൽ വാങ്ങുന്നതിന് മുമ്പ്? വേണോ? പിന്നെന്താണ്? പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കണം അല്ലെ? നമുക്ക് വില പ്രവചിക്കാൻ സാധിക്കണം. നമ്മളാണെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരു പ്രവചനം നടത്താറില്ലേ? അതിന് എത്ര രൂപ, ഏകദേശം എത്ര രൂപയാവും അല്ലെ? മാർക്കറ്റിൽ എത്ര മൂല്യമുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രൈസ് ഫോർകാസ്റ്റിംഗ് ചെയ്യണം. നമ്മ വാങ്ങുന്നത് ചിലപ്പോ ഒരു പ്രോഡക്റ്റ് ഒക്കെ ആയിരിക്കും, പക്ഷെ ഹോസ്പിറ്റലിൽ അങ്ങനെയാണോ? എക്യുപ്മെന്റുകള്, ഡ്രഗ്സുകളൊക്കെ ആണെങ്കിൽ കുറച്ച് എമൗണ്ടിലാണ് അവർ വാങ്ങുന്നത്, അല്ല അല്ലെ? ആണോ ഹോസ്പിറ്റലിലെ പർച്ചേസിംഗ് എന്ന് പറയുന്നത്? അല്ല അല്ലെ? അപ്പൊ അതെന്താണ്? ഒരു വലിയൊരു പ്രവർത്തനം തന്നെയാണ് അല്ലെ? വിഗറസ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് അല്ലെ? ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തനമാണ്. എന്താണ്? നമുക്ക് ഒരു മെറ്റീരിയലിനെ കുറിച്ച് ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്യാൻ സാധിക്കണം. പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യണം അല്ലെ? വില പ്രവചിക്കണം. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലെ? എന്താണ്? നമുക്ക് ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ അല്ലെ? അതിന്റെ ആ ഒരു ഡിമാൻഡ് നമുക്ക് പ്രവചിക്കാൻ സാധിക്കണം. കൂടാതെ ഓർഗനൈസിംഗ് വിത്ത് അറേഞ്ച്മെന്റ്സ് ഓഫ് പ്രിപ്പറേഷൻസ് അല്ലെ? എന്താണ്? ഇപ്പൊ നമ്മൾ വലിയ മെഷീനറീസ് ആണ് വാങ്ങുന്നത് അല്ലെങ്കിൽ എക്യുപ്മെന്റുകളാണ് വാങ്ങുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറേഞ്ച്മെന്റ്സുകളൊക്കെ വരുത്തല്ലേ? ഇപ്പൊ നമ്മൾ വീട്ടിൽ AC വാങ്ങുകയാണ്, പുതിയൊരു AC വാങ്ങുകയാണെങ്കിൽ എന്ത് വേണം? നമുക്ക് ആ ഒരു AC നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ വേണ്ടേ? പ്ലഗ് വേണം അല്ലെ? അപ്പൊ എന്താണ്? ആ ഒരു മെറ്റീരിയൽ വാങ്ങുന്നത് കൊണ്ട് അത് നമുക്ക് സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെന്റ്സുകൾ ചെയ്യണം. നെക്സ്റ്റ്, കോർഡിനേഷൻ അല്ലെ? മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട്, യൂസർ ഡിപ്പാർട്ട്മെന്റുമായിട്ട്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട്, മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട്, സ്റ്റോഴ്സുമായിട്ടൊക്കെ നമുക്ക് എന്താണ്? ഒരു കോർഡിനേഷൻ വേണം അല്ലെ? ഏകോപനം വേണം. പിന്നെ എന്താണ്? ഏബിൾ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? എന്താണ്? നമുക്ക് ശരിയായ രീതിയിൽ അത് ഭരണം നടത്താൻ, അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ നടക്കണ്ടേ? ഫണ്ടുകള്, പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് ഓർഡർ അല്ലെ? ടെൻഡേഴ്സ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ എന്താണ്? നമുക്ക് ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കണം? അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കണം. കൂടാതെ ടൈംലി ഡിസിഷൻ അല്ലെ? നമുക്ക് സംയോജിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണോ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ സപ്ലയേഴ്സുമായിട്ട് നമ്മൾ ചർച്ചകൾ നടത്താറുണ്ട് അല്ലെ? നെഗോസിയേഷൻ നടത്താറുണ്ട്. അപ്പൊ അവര് പറയാണ് നിങ്ങൾക്ക് ഇത്ര എന്താണ് ക്വാണ്ടിറ്റിയിൽ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പ്രൈസിന് തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ഡിസിഷൻ എടുക്കാൻ സാധിക്കണ്ടേ? സാധിക്കണോ? പിന്നെ ഞങ്ങൾ പോയി ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? ടൈംലി ഡിസിഷൻ അല്ലെ? നമുക്ക് സംയോജിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു? പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് അല്ലെ എന്ന് പറയുന്നത് ഒരു വിഗറസ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ ആണോ?
നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിംഗ് ഓഫ് ഹോസ്പിറ്റൽ വാരി അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഹോസ്പിറ്റൽസ് അല്ലെ. എന്താണ് നമ്മുടെ ഓരോ ഹോസ്പിറ്റലിന്റെയും സൈസും അവിടുത്തെ പ്രവർത്തനങ്ങളും അനുസരിച്ച് പർച്ചേസിംഗ് വ്യത്യാസപ്പെടുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ ലാർജ് ഹോസ്പിറ്റലിൽ വാങ്ങിക്കുന്ന റിസോഴ്സുകളൊക്കെ നമ്മൾ സ്മോൾ ഹോസ്പിറ്റലിൽ വാങ്ങിക്കോ? അവിടെ ചിലപ്പോ എന്താണ് ഒരുപാട് സർവീസുകൾ ഉണ്ടാവും, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവും അല്ലെ. ഒരുപാട് സ്പെഷ്യാലിറ്റി സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ ലാർജ് ഹോസ്പിറ്റലിലൊക്കെ. അതേപോലെ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വാങ്ങുന്ന അത്രയും റിസോഴ്സുകളൊക്കെ അവർ വാങ്ങിക്കോ? പർച്ചേസ് ചെയ്യോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഓരോ ഹോസ്പിറ്റലിന്റെയും വലിപ്പവും അവിടുത്തെ പ്രവർത്തനങ്ങളും അനുസരിച്ച് പർച്ചേസിംഗില് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് 3 types ഓഫ് പർച്ചേസ് ഇൻ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലില് 3 തരത്തിലുള്ള പർച്ചേസിംഗ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് ലോക്കൽ പർച്ചേസ്. അത് നമുക്കറിയാം അല്ലെ, പ്രാദേശികമായി വാങ്ങുന്നത് അല്ലെ. നമ്മ വാങ്ങിക്കാറില്ലേ നമ്മുടെ വീട്ടില് മാസത്തില് ഫസ്റ്റ് ആ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നിച്ച് സാധനങ്ങൾ പോയി കുറച്ച് ദൂരെയല്ല അല്ലെ സൂപ്പർ മാർക്കറ്റിന്ന് വലിയ വലിയ ഷോപ്പിൽ നിന്നൊക്കെ ഒരുമിച്ച് സാധനങ്ങൾ എടുക്കും ആണോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തീർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചെറിയ ചെറിയ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങും അല്ലേ. പഞ്ചസാര തീർന്നു പോയി, മുളക് പൊടി തീർന്നു അല്ലേ, ആണോ? ആണല്ലേ. അപ്പൊ അങ്ങനെ എന്താണ് ലോക്കൽ പർച്ചേസിങ്, പ്രാദേശികമായിട്ടുള്ള വാങ്ങല് പർച്ചേസിങ് എന്ന് വെച്ചാല് ലോക്കൽ പർച്ചേസിങ് ഈസ് പ്രിഫറൻസ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് which are locally produced rather than those produced in distant places. എന്താണ് വിദൂര സ്ഥലങ്ങളിൽ അല്ലെ ഡിസ്റ്റൻസ് സ്പേസുകളില് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനത്തെക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ പ്രാദേശികമായി നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടും ഒക്കെ ഉൽപ്പാദിപ്പിക്കുക, അതിന് അടുത്തായി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഗുഡ്സുകളും സർവീസുകളും നമ്മൾ വാങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലോക്കൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. എന്താണ്? വിദൂര സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനേക്കാൾ എന്താണ് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടും അല്ലെ ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സുകളും സേവനങ്ങളും നമ്മൾ വാങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പർച്ചേസ് ഫ്രം സപ്ലയർ. എന്താണ്? നമ്മൾ സപ്ലയേഴ്സിൽ ഒന്നുകൂടെ പറയണം എന്ന് വെച്ചാല് ഒരുപാട് ദൂരെ നിന്നൊക്കെ, അപ്പൊ ദൂരെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ലീഡ് ടൈം ഒക്കെ ഒരുപാട് ആവശ്യമായിട്ട് വരും അല്ലെ. സാധാരണ നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുവരുന്നതിൽ കൂടുതൽ ടൈം എടുക്കേണ്ടി വരില്ലേ? അപ്പൊ എന്താണ്? അതൊന്നും ഇല്ലാതിരിക്കാൻ എന്താണ് അവർക്ക് പെട്ടെന്ന് ലഭ്യമാകുന്നതിന് വേണ്ടി വിദൂര സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഐറ്റംസ്, സാധനങ്ങളും ഗുഡ്സുകളൊക്കെ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ അവരെ തൊട്ടടുത്ത് അല്ലെ പ്രാദേശികമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് ലോക്കൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പർച്ചേസ് ഫ്രം സപ്ലയർ. അതിൽ തന്നെയുണ്ട് അല്ലെ. ആരിൽ നിന്ന് വാങ്ങുന്നു? സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങുന്നു അല്ലെ, വിതരണക്കാരിൽ നിന്ന് വാങ്ങുന്നു. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആര് കണ്ടിട്ടുണ്ട്? സപ്ലയേഴ്സ് പോലെ മരുന്നുകൾ വിൽക്കാനായിട്ട് മെഡിക്കൽ റെപ്പുകൾ കണ്ടിട്ടുണ്ടോ? റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട് അല്ലെ. അവരെന്തിനു വേണ്ടി വരുന്നതാണ്? അവര് വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയിലെ പ്രോഡക്റ്റുകളെ പരിചയപ്പെടുത്താൻ വരുന്നതാണ് അല്ലെ ഡോക്ടേഴ്സിനെ, ആണോ? ആണ്. എന്നിട്ട് എന്ത് ചെയ്യും അവര്? അപ്പൊ ഡോക്ടേഴ്സ് അവരുമായി സംസാരിച്ച് ഡിസ്കഷൻ നടത്തി ആ ഒരു പ്രോഡക്റ്റ് കൊള്ളാം, അതിലുള്ള കണ്ടന്റുകൾ കൊള്ളാം, കൂടുതൽ എഫക്റ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഓർഡർ കൊടുക്കോ? അല്ലേ? ആണോ? കൊടുക്കോ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിന്? ഇല്ല. എന്താണ്? ഒന്ന് ഉത്തരം പറ മക്കളെ. ഫസ്റ്റ് പീരീഡ് അല്ലേ, ചായയൊക്കെ കുടിച്ച് നല്ല ഉഷാറായി വന്നിരിക്കല്ലേ? കൊടുക്കും. അപ്പൊ അവരൊക്കെ ആരാണ്? സപ്ലയേഴ്സ് ആണ് അല്ലെ.
ആണോ? സപ്ലയേഴ്സ് ആണ്, വിതരണക്കാരാണ് അല്ലെ? ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നവരല്ലേ? അപ്പൊ അങ്ങനെ എന്താണ്, നമ്മ സപ്ലയേഴ്സിൽ നിന്ന്, വിതരണക്കാരിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. When the purchase order is required by your supplier, എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മ ആരോട് പർച്ചേസ് ചെയ്യുന്ന? നമ്മുടെ സപ്ലയേഴ്സിൽ നിന്ന് അല്ലെ? നമ്മുടെ വിതരണക്കാരിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. It forms a purchase order കൊടുക്കുക. When the purchase order is required by your suppliers, നമ്മുടെ സപ്ലയേഴ്സിന് പർച്ചേസ് ഓർഡർ കൊടുത്തിട്ട് നമ്മ ആ ഒരു പ്രോഡക്റ്റുകൾ ലഭ്യമാക്കുന്നു. It forms a valid agreement between you, the customer, and your suppliers. അല്ലെ? നമ്മുടെ ഈ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഒരു വാലിഡ് എഗ്രിമെന്റ് ആണ് അല്ലെ? അല്ലെ? നമ്മുടെ വാങ്ങുന്നയാളും കസ്റ്റമറും, വാങ്ങുന്ന ബയ്യറും ആ ഒരു സപ്ലയേഴ്സും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് അല്ലേ പർച്ചേസ് ഓർഡർ അല്ലെ? ഇത്ര രൂപയ്ക്ക്, ഇത്ര ലീഡ് ടൈമിന്, ഇത്ര ക്വാണ്ടിറ്റിയില് അല്ലെ, ഇന്ന സമയത്ത് ലഭ്യമാകണമെന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ ബയ്യർ സപ്ലയർക്ക് കൊടുക്കുന്ന ഒരു എഗ്രിമെന്റ് അല്ലേ പർച്ചേസ് ഓർഡർ അല്ലെ? ആണോ? ഇന്ന പ്രോഡക്റ്റുകള് ഇന്ന കോസ്റ്റിന് അല്ലെ, ഇത്ര കോസ്റ്റിന്, ഇത്ര ഡെലിവറി ടൈമിനുള്ളില്, ഇന്ന സ്ഥലത്ത് ലഭ്യമാക്കണം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു കരാറല്ലേ പർച്ചേസ് ഓർഡർ? ബയ്യർ സപ്ലയേഴ്സിന് കൊടുക്കുന്ന ഒരു ഓർഡർ ആണ്, ഒരു എഗ്രിമെന്റ് ആണ് പർച്ചേസ് ഓർഡർ അല്ലെ? അപ്പൊ എന്താണ്, നമ്മുടെ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ സപ്ലയേഴ്സും നമ്മുടെ ബയ്യറും, അതായത് കസ്റ്റമറും തമ്മിലുള്ള ഒരു വാലിഡ് എഗ്രിമെന്റ് ആണ്. To distribute product or product provides a service on time and at a price agreed അല്ലെ? എന്താണ്, അവർക്ക് ആ ഒരു അഗ്രി ചെയ്തിട്ടുള്ള ആ ഒരു പ്രൈസിന്, ആ ഒരു വിലക്ക്, ആ ഒരു ടൈമിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നതിനുള്ള ഒരു അഗ്രിമെന്റ് ആണ് പർച്ചേസ് ഓർഡർ. ഓക്കെ ആണോ? പറഞ്ഞ തന്നെ ഒന്നുകൂടി പറയുന്നതുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് when you accept the invoice from your suppliers, അല്ലെ? നമ്മ പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങും അല്ലെ? ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ബയ്യറിന് സപ്ലയേഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇൻവോയ്സ് കൊടുക്കാറുണ്ടോ? ബികോമാരുണ്ട് ആരെങ്കിലും? ഇൻവോയ്സ് കണ്ടിട്ടുണ്ടോ? ബില്ല് കൊടുക്കാറുണ്ട് അല്ലെ? ടോട്ടൽ എത്ര കോസ്റ്റ് കൊടുക്കണം അല്ലെ, എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര പ്രൈസ് ഒക്കെ അവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കാണിച്ചതുകൊണ്ട് അല്ലെ? അപ്പൊ എന്താണ്, when you accept the invoice from your supplier, you can go together with it to the order and post it to your accounts. എന്താണ്, നമുക്ക് ആ ഒരു ഓർഡർ, നമ്മ പർച്ചേസ് ഓർഡർ കൊടുത്ത ആ ഒരു പ്രോഡക്റ്റുകൾ നമുക്ക് ലഭ്യമാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ സപ്ലയേഴ്സ് നമുക്ക് ഇൻവോയ്സ് തരുന്നു അല്ലെ, നമുക്ക് ബില്ല് തരുന്നു. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഇത്ര രൂപ നമ്മ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് അല്ലെ, ഇന്ന സപ്ലയേഴ്സിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ കാണിച്ച് നമ്മുടെ അക്കൗണ്ട്സിലേക്ക് അവര് നമ്മ എൻട്രി ചെയ്യോ വിവരങ്ങള് ചെയ്യല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഫിനാൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? നമ്മുടെ ഡാറ്റയില് നമ്മൾ എൻട്രി ചെയ്യും. അപ്പൊ എന്താണ്, നമ്മ ഇൻവോയ്സ്, നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സപ്ലയേഴ്സ് കസ്റ്റമർക്ക് വാങ്ങിച്ച ആൾക്ക് ഇൻവോയ്സിൽ കൊടുക്കുന്നു. ആ ഒരു ഇൻവോയ്സിൽ എത്ര എമൗണ്ട് ആണ്, നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അക്കൗണ്ട്സിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്നു. ഓക്കെ ആണോ? അത് പർച്ചേസ് ഫ്രം സപ്ലയേഴ്സ്. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ട് പർച്ചേസ്. നമുക്കറിയാം അല്ലെ, ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇറക്കുമതി ചെയ്യുന്നതാണ് അല്ലെ? വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു അല്ലെ? ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ഫോറിൻ കൺട്രീസ്. എന്താണ്, നമ്മ ഗുഡ്സുകളൊക്കെ നമ്മൾ എന്താണ്, ഫോറിൻ കൺട്രീസ് അല്ലെ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. നമ്മ ചില മൂവീസിലൊക്കെ കാണാറുണ്ട് അല്ലെ, എമർജൻസി ആയിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ ഇറക്കുമതി ചെയ്യുന്നത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, ഇത് റെയർ ആയിട്ടുള്ള മെഡിസിനുകളൊക്കെ അല്ലെ? ആണോ? അപ്പൊ എന്താണ്, നമുക്ക് ആവശ്യം, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സുകളോ ഐറ്റംസോ ഒക്കെ എന്താണ്,
വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പൊ 3 തരത്തിലുള്ള പർച്ചേസിംഗ് ആണ് ഹോസ്പിറ്റലിൽ നിലവിലുള്ളത്. ഒന്നാമത്തത് എന്താണ്? ലോക്കൽ പർച്ചേസ്, രണ്ടാമത്തത് പർച്ചേസ് ഫ്രം സപ്ലയേഴ്സ്, മൂന്നാമത്തെ പറയുന്നത് ഇമ്പോർട്ട് പർച്ചേസ്. ഓക്കെ അല്ലേ? എടുത്തിടുകട്ടെ. നെക്സ്റ്റ് പറയുന്നത് in purchasing the starting point is the recognition of the need for a material on a product, vendor or source selection has been on a product എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഇല്ല, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാ കേട്ടോ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. എന്താണ് നമ്മുടെ ആ ഒരു പർച്ചേസിംഗിന്റെ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആ ഒരു മെറ്റീരിയലിന്റെ ആവശ്യം തിരിച്ചറിയലാണ് അല്ലെ? ആ ഒരു ഐറ്റം നമുക്ക് ആവശ്യമുണ്ടോ അല്ലെ, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടോ എന്ന് തിരിച്ചറിയലല്ലേ അതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ? അതല്ലാണ്ട് നമ്മ എന്ത് രീതിയിലാണ് നമ്മ പർച്ചേസ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് അല്ലെ നമ്മ വാങ്ങുന്നത് അല്ലെ? ആണോ? അല്ലെ? എന്തുകൊണ്ടാണ് നമ്മ വാങ്ങിക്കുന്നത്? ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് നമുക്ക് ആ ഒരു സാധനം നമുക്ക് ആവശ്യമുണ്ട് അല്ലെ? അപ്പൊ ഒരു പർച്ചേസിംഗിന്റെ ഫസ്റ്റത്തെ പോയിന്റ്, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആ ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ ആവശ്യം തിരിച്ചറിയലാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ ഹാസ് 4 സ്റ്റേജസ്. നമ്മൾ വെൻഡറെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനുള്ള ഉറവിടം സെലക്ട് ചെയ്യുന്നത് 4 സ്റ്റേജസിലൂടെയാണ്, 4 ഘട്ടങ്ങളിലൂടെയാണ്. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ? സർവേ സ്റ്റേജ് നടക്കും. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ ഒരു പ്രോഡക്റ്റ്, നമുക്കിപ്പോ ഒരു വാഷിംഗ് മെഷീൻ ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു AC ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ആരൊക്കെയാണ് വിൽക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് അല്ലെ? ഏത് കടയിലൊക്കെ ആ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട് അല്ലെ? സർവേ സ്റ്റേജ് ആണോ? നമുക്ക് സാധ്യമായിട്ടുള്ള വിതരണക്കാരെ നമ്മൾ സർവേ ചെയ്യല്ലേ? എവിടെയൊക്കെ വിൽക്കുന്നുണ്ട്, നമ്മുടെ നിയർ ആയിട്ട് ഏതൊക്കെ ഷോപ്പിലാണ് AC വിൽക്കുന്നത് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ വിൽക്കുന്നത് അല്ലെ? അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ട് എൻക്വയറി നടത്തും അല്ലെ? എത്ര രൂപയ്ക്ക് തരും അല്ലെ? അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെ? ആണോ? അല്ലേ? ഒരു കടയിലൊക്കെ കയറിങ്ങാണ്ട് നമ്മ ഉറപ്പിക്കോ? ഈ കടയിൽ നിന്ന് ആ കടയിൽ അവര് പറഞ്ഞ പൈസ കൊടുത്ത് നമ്മ വാങ്ങോ? ഇല്ല. നമ്മൾ 3ഉം 4ഉം കടകളിൽ ചെന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് അല്ലെ നമ്മ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത്. എവിടെയാണോ അല്ലെ കുറവ് വിലയ്ക്ക് സെയിം ഫീച്ചേഴ്സ് ഉള്ള സാധനം പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്? എൻക്വയറി സ്റ്റേജ് ആണ് അല്ലെ? മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നെഗോസിയേഷൻ അല്ലെ? നമ്മ ചർച്ച നടത്തും. നമ്മ കടയിൽ കയറിയിട്ട് നമ്മ പറയാറില്ലേ കുറച്ചും കൂടി ഡിസ്കൗണ്ട് ചെയ്ത് തരാനൊക്കെ പറയാറുണ്ടോ? അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന പറയുമ്പോൾ നമ്മ എന്തറിയും? നാളെ തന്നെ നമുക്ക് ലഭ്യമാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ടോ? അപ്പൊ എന്താണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്? അങ്ങനെയുള്ള ഒരു നെഗോസിയേഷൻ സ്റ്റേജ് ആണ്. ഓക്കെ ആണോ? നമ്മ അങ്ങനെ ഒരു നെഗോസിയേഷൻ നടത്തി നമ്മ ആ ഒരു പർച്ചേസിംഗ് കഴിഞ്ഞതിന് ശേഷം എക്സ്പീരിയൻസ് സ്റ്റേജ് അല്ലെ? നമുക്ക് ആ ഒരു പർച്ചേസിംഗ് കൊണ്ട് നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് സ്റ്റേജ് ആണ്. അവർ പറഞ്ഞ സമയത്ത് തന്നോ, പറഞ്ഞ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് ലഭ്യമാക്കിയോ എന്നുള്ളതാണ് നാലാമത്തെ എക്സ്പീരിയൻസ് സ്റ്റേജിൽ പറയുന്നത്. ഓക്കെ ആണോ? നോക്കാം നമുക്ക്. ഫസ്റ്റ് വരുന്നത് സർവേ സ്റ്റേജ് അല്ലെ? നമ്മൾ എന്ത് ചെയ്തോ? നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എവിടെ നിന്നൊക്കെ ലഭിക്കുമെന്ന് നമ്മൾ ഒരു സർവേ നടത്തില്ലേ? ആരൊക്കെയാണ് ആ ഏത് സപ്ലയേഴ്സ് അല്ലെങ്കിൽ ഏത് ഷോപ്പുകാരാണ് ആ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത്. മൂന്നാമത്തെ പറയുന്നത് നമ്മൾ അവിടെ ചെന്ന് എൻക്വയറി നടത്താണ് അല്ലെ? അന്വേഷണം നടത്താണ്. എത്ര പ്രൈസിന്, എത്ര ടൈമിനുള്ളില്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ള സാധനങ്ങളാണ് അല്ലെ? അങ്ങനെയുള്ള ഒരു എൻക്വയറി സ്റ്റേജ്. മൂന്നാമത്തെ വരുന്നത് നെഗോസിയേഷൻ സ്റ്റേജ്. ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ലീഡ് ടൈം എക്സെട്ര അല്ലെ? നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്? ടേംസ് ഓഫ് ക്വാണ്ടിറ്റി അല്ലെ? എത്ര ക്വാണ്ടിറ്റി, എത്ര എങ്ങനെ അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ലീഡ് ടൈം എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ലഭ്യമാക്കാൻ സാധിക്കും അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിന്റെ കോസ്റ്റ് അല്ലെ? കോസ്റ്റ് പറഞ്ഞിട്ടില്ല, കോസ്റ്റ് നമ്മൾ ചർച്ച നടത്താറില്ലേ?
മെയിൻ ആയിട്ട് കോസ്റ്റ് ആണ് അല്ലെ ചർച്ച നടത്തുന്നത് അല്ലെ ആണോ വിലയല്ലേ അപ്പൊ എന്താണ് കോസ്റ്റ് എക്സെട്ര അല്ലെ നെക്സ്റ്റ് പറയുന്നത് ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ ലീഡ് ടൈം ഈ സ്റ്റേജസ് ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ അടയാളപ്പെടുത്ത ലീഡ് ടൈം എന്ന് പറയുന്നത് ലീഡ് ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ മെന്റ് എന്നാണോ എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ എന്നാക്കാം കേട്ടോ ലീഡ് ടൈം എന്ന് പറയുന്നത് എന്താണ് ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് ടു ദി ഡിപ്പാർട്ട്മെന്റ് എന്താണ് നമ്മ ഒരു സാധനം ഓർഡർ കൊടുത്തിട്ട് അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കിട്ടാൻ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലീഡ് ടൈം എന്ന് പറയുന്നത് ഓക്കെ ആണോ ലീഡ് ടൈം എന്ന് പറയുന്നത് നമ്മ ഒരു മെറ്റീരിയൽ ഓർഡർ കൊടുത്തിട്ട് ആ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് കിട്ടാനായിട്ട് എത്ര ദിവസം എടുത്തോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലീഡ് ടൈം എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് എക്സ്പീരിയൻസ് സ്റ്റേജ് അല്ലെ നമുക്ക് ആ ഒരു പർച്ചേസിംഗ് കൊണ്ട് നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ എന്താണ് നമുക്ക് പറഞ്ഞ ഡേറ്റിന് അവർ തന്നോ പറഞ്ഞ കോസ്റ്റിന് തന്നോ അല്ലെ നമുക്ക് അവരുമായിട്ടുണ്ടായിരുന്ന ആ ഒരു പർച്ചേസിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റേജില് എക്സ്പീരിയൻസ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കെ ആണോ നെക്സ്റ്റ് പറയുന്നത് എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ബ്യൂട്ടിഫുൾ ടു സ്പെൻഡ് മണി ജുഡീഷ്യസ്ലി ഒബ്ജക്റ്റീവ്ലി ഹോണസ്റ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി എന്താണ് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മളായാലും പൈസ എങ്ങനെയായിരിക്കണം ഉപയോഗിക്കേണ്ടത് വിവേകത്തോടുകൂടി അല്ലെ ജുഡീഷ്യസ്ലി വിവേകത്തോടുകൂടിയും വസ്തുനിഷ്ഠപരമായിട്ടും ഹോണസ്റ്റ്ലി സത്യസന്ധമായിട്ടും ഫലപ്രദമായിട്ടും സ്പെൻഡ് ചെയ്യണം അല്ലെ ജുഡീഷ്യസ്ലി വിവേകപൂർവ്വം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അവർ ഓർഡർ കൊടുത്താൽ പോരെ പോരെ വിവേകത്തോടു കൂടിയായിരിക്കണം അല്ലെ അവര് പൈസ ചെലവാക്കേണ്ടത് ചിലപ്പോ നമ്മളടുത്ത് ഹസ്ബൻഡ് പറയാറുണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അല്ലേ നീ ഒന്ന് വിവേകത്തോടു കൂടി ഒന്ന് ചിന്തിക്കുക അല്ലെ നീ ഒന്ന് നല്ല രീതിയിലൊന്ന് പൈസ പെരുമാറ അല്ലെ പറയാറുണ്ടോ ആരെങ്കിലും എടുത്തോ പറയാറുണ്ടോ ഉണ്ട് അല്ലെ പിന്നെ എന്താണ് ഒബ്ജക്റ്റീവ്ലി അല്ലെ വസ്തുനിഷ്ഠപരമായിട്ടായിരിക്കണം അല്ലെ അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾക്കായിരിക്കണം അല്ലെ അവർ പർച്ചേസ് ചെയ്യേണ്ടത് ആണോ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പൈസയില്ല അവർ കൊടുക്കേണ്ടതുള്ളൂ ഒരുപാട് ഓവർ കോസ്റ്റ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ കോസ്റ്റ് കൂടുതൽ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ ഇല്ല അല്ലെ അപ്പൊ ഒബ്ജക്റ്റീവ്ലി കൂടാതെ സത്യസന്ധമായിട്ട് വേണം അല്ലെ പൈസ ചെലവാക്കാൻ കണക്കില് എന്തെങ്കിലും ഇതൊക്കെ കാണിക്കാൻ പാടുണ്ടോ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാൻ പാടുണ്ടോ ഇല്ല അല്ലെ സത്യസന്ധം ഹോണസ്റ്റ്ലി പിന്നെ എഫക്റ്റീവ്ലി അല്ലെ ഫലപ്രദമായിട്ടായിരിക്കണം ചെലവാക്കേണ്ടത് അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ആവശ്യമായ ക്വാണ്ടിറ്റിയില് ആവശ്യമായ ക്വാളിറ്റിയിലൊക്കെ ആയിരിക്കണം അല്ലെ അവര് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പൊ എഫക്റ്റീവ് ആയിട്ടായിരിക്കണം അവര് പൈസ ചിലവാക്കേണ്ടത് ഓക്കെ ആണോ നെക്സ്റ്റ് പറയുന്നത് നെഗോസിയേഷൻ ഇസ് എ two-way communication between buyer and seller അല്ലെ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാല് ഒരാൾ മാത്രം നമ്മുടെ ബയ്യർ മാത്രം വെച്ച് നമുക്ക് നടത്താൻ പറ്റുമോ ഒരു ചർച്ച പോരാ അല്ലെ ആരും കൂടി വേണം അതില് സെല്ലറും കൂടി വേണം അപ്പൊ എന്താണ് നമ്മുടെ ബയ്യറും സെല്ലറും കൂടി തമ്മിലുള്ള ഒരു two-way communication രണ്ടുപേരും തമ്മിലുള്ള ഒരു ആശയവിനിമയമാണ് നെഗോസിയേഷൻ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ അടയാളപ്പെടുത്താം കേട്ടോ നെക്സ്റ്റ് പറയുന്നത് negotiation is defined as a discussion on a business transaction leading to finalizing of purchase and sale contract of goods and services അല്ലെ നെഗോസിയേഷൻ എന്തിലേക്കാണ് നയിക്കുന്നത് ഈ ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു ചർച്ച എന്തിലേക്കാണ് നയിക്കുന്നത് എന്തിലേക്കാണ് പർച്ചേസിംഗിന്റെ നെഗോസിയേഷൻ ഉണ്ടോ ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു നെഗോസിയേഷൻ എന്താണ് ഒരു ബിസിനസ് ഇടപാടിലേക്കാണോ നയിക്കുന്നത് ആ ബയ്യറിൽ നിന്ന് അല്ലെ
അവരെ ആ ഒരു പ്രോഡക്റ്റുകള്, ഗുഡ്സുകള് അല്ലെങ്കിൽ അവരെ ആ സർവീസുകള് നമ്മ പർച്ചേസ് ചെയ്യണോ അതല്ലെങ്കിൽ വാങ്ങണോ എന്നുള്ള ആ ഒരു ബിസിനസ് ട്രാൻസാക്ഷനിലേക്ക് നയിക്കുന്നു അല്ലെ. ആ ഒരു നെഗോസിയേഷൻ കൊണ്ടായിരിക്കും അവർ ആ ഒരു തീരുമാനം എടുക്കുന്നത് അല്ലെ. അവിടെ ആ ബയ്യറും സെല്ലറും തമ്മിലുള്ള ആ ഒരു ചർച്ച കൊണ്ടായിരിക്കും അല്ലെ അവരോടുമായിട്ട് ബിസിനസ് നടത്തണോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ സെല്ലറിൽ നിന്ന് അവരുടെ ആ ഒരു ഗുഡ്സുകള്, അവരുടെ ആ പ്രോഡക്റ്റുകള് അല്ലെങ്കിൽ അവരുടെ സർവീസുകള് പർച്ചേസ് ചെയ്യണോ അതല്ലെങ്കിൽ നമ്മുടെ ബയ്യർ അവര് വിൽക്കണോ, ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ബയ്യർക്ക് വിൽക്കണോ എന്നുള്ള എന്താണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷനിലേക്ക് നയിക്കുന്നതാണ് നമ്മുടെ നെഗോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെയാണോ? നമ്മുടെ ബയ്യർ എന്താണ് ആ ഒരു സപ്ലയേഴ്സിന്റെ ആ ഒരു പ്രോഡക്റ്റുകള്, ആ ഒരു സർവീസുകള് വാങ്ങണോന്ന് തീരുമാനിക്കുന്നു അല്ലെ. നമ്മുടെ സെല്ലർ എന്താണ് ആ ഒരു ഗുഡ്സുകള് അല്ലെങ്കിൽ അവർ ആ സർവീസുകള് ആ ഒരു പ്രൈസൊക്കെ അല്ലെ നമ്മുടെ ബയ്യർ പറയുന്ന ആ ഒരു കണ്ടീഷന് അവർക്ക് വിൽക്കണോ എന്നുള്ള തീരുമാനത്തിലേക്ക് നയിക്കുന്നു അല്ലെ. ഓക്കെയാണോ? നെഗോസിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ അല്ലെ. ചർച്ച എന്തിനെ അടിസ്ഥാനമാക്കിയാണെന്ന് ആ ഒരു ഹ്യൂമൻസിന്റെ ബിഹേവിയറിനെ അടിസ്ഥാനമാക്കിയാണ് അല്ലെ. ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ആ ഒരു ബിഹേവിയറിനെ അടിസ്ഥാനമാക്കിയല്ലേ. ഇപ്പൊ ചർച്ച നടത്തുന്ന ആളുകള് ഒരുപാട് പെട്ടെന്ന് ചൂടാവുന്ന, പെട്ടെന്ന് തട്ടിക്കേറുന്ന, നമ്മുടെ കണ്ടീഷൻസ് ഒന്നും നമുക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമ്മ ആ ഒരു പർച്ചേസിങ് നടത്തോ? കണ്ടീഷൻസ് ഒന്നും അവര് ഓക്കെ പറയാത്ത ആളാണെങ്കിൽ നടത്തോ? ഇല്ല അല്ലെ. ആ ഒരു എന്താണ് നെഗോസിയേഷൻ ചിലപ്പോ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും അല്ലെ. കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാതെ ചിലപ്പോ നമുക്കത് പകുതിക്ക് വേണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അല്ലെ. ആണോ? അപ്പൊ എന്താണ് നെഗോസിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. നെഗോസിയേഷൻ അതിൽ പങ്കെടുക്കുന്ന ഹ്യൂമൻ ബിഹേവിയേഴ്സ് അല്ലെ, മനുഷ്യരുടെ ആ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ, പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കിയായിട്ടാണ് നിലനിൽക്കുന്നത്. ഓക്കെയാണോ? ചില ഷോപ്പിൽ പോയി കഴിഞ്ഞാല് നമുക്ക് ദേഷ്യം വന്ന് നമ്മ ഇറങ്ങി പോരാറുണ്ട് അല്ലെ, പർച്ചേസിങ്ങിന് പോയിട്ട്. എന്തുകൊണ്ടാണത്? ചിലപ്പോ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിലൊക്കെ ചിലപ്പോ എന്താണ് അവിടെ സെയിൽസിൽ നിൽക്കുന്ന ആളുകൾ നമുക്ക് ഡ്രസ്സുകൾ എടുത്ത് കാണിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു ദേഷ്യഭാവമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോരില്ലേ. അതെന്തുകൊണ്ടാണ്? അവർ ആ ഒരു ബിഹേവിയർ കൊണ്ടാണോ നമ്മ അവസാനം വേണ്ടാന്ന് വെച്ച് പോരുന്നത്, ആ ഒരു പ്രോഡക്റ്റ് അവിടെ നിന്ന് വാങ്ങിക്കാണ്ട് പോരുന്നത് അല്ലേ. അപ്പൊ എന്താ നെഗോസിയേഷൻ നമ്മുടെ ഹ്യൂമൻസിന്റെ ബിഹേവിയറിനെ ആസ്പദമാക്കി അനുസരിച്ചാണ് നിലനിൽക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് നെഗോസിയേറ്റർ ഓർ നെഗോസിയേഷൻ ടീം. ഒരു നെഗോസിയേറ്ററിലെ അല്ലെങ്കിൽ ഒരു ഗുഡ് നെഗോസിയേഷൻ ടീമിന്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അപ്പൊ ഫസ്റ്റ് നോക്കിയേ, മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പെർട്ടിക്കുലർ മെറ്റീരിയൽ അല്ലെ. നമ്മ വാങ്ങിക്കാൻ പോകുന്ന ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് അവർക്ക് എന്തുണ്ടായിരിക്കണം? ഒരു നല്ല അറിവുണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ നമുക്കറിയാം പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും അല്ലെ. ഡയട്രിയിലേക്ക് വേണ്ടി വരും, ഡയാലിസിസ്, ലാബ്, ഫാർമസി, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, അനസ്തീഷ്യ അല്ലെ. ആണോ? ആണോ? ആണ് അല്ലെ. അപ്പൊ എന്താണ് അവര് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു നല്ല അറിവുണ്ടെങ്കിലല്ലേ അവർക്ക് നെഗോസിയേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതിന്റെ പ്രൈസിനെ കുറിച്ച് ഉണ്ടായിരിക്കണം, അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു നെഗോസിയേറ്റർ അല്ലെങ്കിൽ ആ ഒരു നെഗോസിയേഷൻ ടീമിന് ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഒരു നല്ല അറിവുണ്ടായിരിക്കണം. ഇപ്പൊ നമുക്ക് പുതിയൊരു കാറ് വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു മൊബൈൽ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കൂട്ടാറുണ്ട് അല്ലെ. അതുമായി ഒരു അറിവുള്ള ആളെ കൂട്ടാറുണ്ടോ കൂടെ? ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് അതിനെ കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അല്ലെ, ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ അല്ലെ. എന്താണ്? നമ്മുടെ ആശയവിനിമയത്തിൽ ഒരു കാര്യക്ഷമത വേണം അല്ലെ. സംസാരിച്ച് തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം അല്ലെ, നല്ല രീതിയിൽ അല്ലെ. ആണോ?
ഇപ്പൊ നമ്മൾ ഗോൾഡ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ എന്താണ് ബാർഗെയിൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങും, ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളെ കൂടെ കൊണ്ടുപോകാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്താണ് അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു കഴിവുണ്ട് അല്ലെ? കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ എന്താണ് എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ആശയവിനിമയത്തിൽ ഒരു കാര്യക്ഷമതയുള്ള ആളുകളായിരിക്കണം. നെക്സ്റ്റ് എന്താണ് ബോത്ത് ഓഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈൽസ് അല്ലെ? എന്താണ് നമ്മ കോപജനകമായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫൻസീവ് ആയിട്ടുള്ള പ്രതിരോധമായിട്ടുള്ള ശൈലികൾ യൂസ് ചെയ്യാൻ പാടുണ്ടോ? നമ്മ നെഗോസിയേഷൻ നടത്തുമ്പോ ദേഷ്യം വരുത്തുന്ന രീതിയില, ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള സംഭാഷണമായിരിക്കണോ, സംസാര ശൈലി ആയിരിക്കണോ യൂസ് ചെയ്യേണ്ടത്? ആയിരിക്കണോ? അല്ല അല്ലെ? അപ്പൊ എന്താണ് ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈൽസുകൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോ? കോപജനകമായിട്ടുള്ള അതല്ലെങ്കിൽ പ്രതിരോധാത്മകമായിട്ടുള്ള ശൈലികൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്താൻ പാടില്ല. നെക്സ്റ്റ് പറയുന്നത് ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ അല്ലെ? വ്യക്തമായിട്ടും വേഗത്തിലും ചിന്തിക്കാൻ കഴിയണം അല്ലെ? ആണോ? നെഗോസിയേറ്റർക്ക് അല്ലെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ സാധിക്കണം അല്ലെ? തീരുമാനത്തിൽ ചിലപ്പോ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സപ്ലയേഴ്സ് പറയാം, നിങ്ങൾ ഈ 2 പ്രോഡക്റ്റ് എടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു 5ഓ 6ഓ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് കുറവിന് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ തീരുമാനം പറയാൻ പറ്റുന്ന ആളുകളായിരിക്കണം അല്ലെ? ആണോ? എന്താണ് ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ, വ്യക്തമായിട്ടും വേഗത്തിലും ചിന്തിക്കാൻ കഴിയുന്നവരായിരിക്കണം. ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. ഇന്റർപേഴ്സണൽ സ്കിൽസ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ സൈക്കോളജിസ്റ്റുകള്, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇന്റർപേഴ്സണൽ സ്കില്ലുകൾ ഉള്ളവരാണ്. അറിയോ? ഡോക്ടേഴ്സ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റണം അല്ലെ? അവരെ ചിന്തകൾ എന്താണ്, അവരെ എബിലിറ്റീസ് എന്താണ് അല്ലെ? അപ്പൊ എന്താണ് ഗുഡ് ഇന്റർപേഴ്സണൽ സ്കില്ലുകള്? മറ്റുള്ളവരെ മനസ്സിലാക്കിയാൽ മാത്രമാണ് അല്ലെ നമുക്ക് ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താൻ സാധിക്കുള്ളൂ അല്ലെ? നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ നമുക്കൊരു 4ഓ 5ഓ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നമ്മുടെ ഫിക്സ് ഫ്രണ്ട് ഉണ്ടാവും ഒരാള് കേട്ടോ. ഉണ്ടാവും അല്ലെ? എന്തുകൊണ്ടാണ് ആളെ നമ്മ അത്രയും ബെസ്റ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്നത്? എന്തുകൊണ്ടാണ്? അവർക്ക് നമ്മുടെ വിഷമങ്ങളും അല്ലെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ അറിയാൻ സാധിക്കും അല്ലെ? നമ്മുടെ മുഖത്തൊരു വിഷമുണ്ടായാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? ആണോ? അതുകൊണ്ടല്ലേ? ആണോ? നമ്മളെ കേൾക്കാൻ തയ്യാറായിരിക്കും അല്ലെ? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും, നമ്മളെ കേൾക്കാൻ തയ്യാറായിരിക്കും അല്ലെ അവര്? അപ്പൊ അതേപോലെ എന്താണ് ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽ അല്ലെ? നമ്മളിപ്പോ ഓപ്പോസ് നിൽക്കുന്ന അല്ലെ നെഗോസിയേഷൻ എന്ന് പറയുമ്പോഴേ ബയ്യർ ആണെങ്കിൽ അവരെ ഓപ്പോസാറുണ്ടായിരിക്കും, സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അവർ ഓപ്പോസ് നിൽക്കുന്ന ആളുകളെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്സ്, കോൺട്രാക്ടിങ്, എഗ്രിമെന്റ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിംഗ് അല്ലെ? എന്താണ് നമ്മുടെ ഈ ഒരു നെഗോസിയേഷൻ നടത്തുന്ന ആ ഒരു ടീമിന് എന്താണ് നമ്മുടെ കരാർ എഗ്രിമെന്റുകൾ നടപ്പിലാക്കുന്നതിന്റെ നിയമങ്ങള്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് അക്കൗണ്ടിങ്, പ്രൈസിംഗ്, വില നിർണയം എന്നിവയെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. ഓക്കെയാണോ? നമ്മുടെ എഗ്രിമെന്റുകളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകളായിരിക്കണം നെഗോസിയേറ്റർ അല്ലെങ്കിൽ നെഗോസിയേഷൻ ടീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലോജിക്കൽ തിങ്ക് അല്ലെ? എന്താണ് യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കണം. വേണ്ടേ? അല്ലെ? അവരിടയിൽ വരുന്ന പ്രശ്നങ്ങള് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണം അല്ലെ? ഇപ്പൊ നെഗോസിയേഷൻ നടത്തുന്ന സമയത്ത് അവരിടയിൽ പ്രശ്നങ്ങൾ വരാം അല്ലെ? ആണോ? പ്രൈസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെ? ലീഡ് ടൈമിനെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെ? അപ്പൊ എന്താണ് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം അല്ലെ? യുക്തിപരമായി ചിന്തിക്കുന്നവരായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഗുഡ് ലിസണർ അല്ലെ? നമ്മ പറഞ്ഞു എന്താണ് നല്ല ശ്രോതാവായിരിക്കണം അല്ലെ? നമുക്ക് എപ്പോഴും അങ്ങനെയുള്ളവരെയാണ് ഇഷ്ടം അല്ലെ? നമ്മുടെ പ്രശ്നങ്ങളെ കേട്ടിരിക്കുന്നവരെ അല്ലെ? അപ്പൊ എന്താണ് ഗുഡ് ലിസണർ ആയിരിക്കണം. നെക്സ്റ്റ് ഒപ്റ്റിമിസ്റ്റിക്. നിങ്ങൾ അങ്ങനെയുള്ളവരാണോ? ഒപ്റ്റിമിസ്റ്റിക് തിങ്കേഴ്സ് ആണോ?
ആണോ? ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കണം അല്ലെ? നമുക്ക് ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് നമുക്ക് ആ ഒരു ഡീലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിംഗിലേക്ക് എത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്താൻ സാധിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ടീമുകളായിട്ട് ആളുകളായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ അല്ലെ, നല്ല നർമ്മബോധം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, നെഗോസിയേഷൻ എന്ന് പറയുന്നത് ഒരു വിഗറസ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ, ഊർജ്ജസ്വലമായി. ചിലപ്പോ അതില് ചില പ്രശ്നങ്ങൾ വരാം. നമ്മുടെ ബയറും സെല്ലറും തമ്മിൽ നെഗോസിയേഷൻസ് നടത്തുന്ന സമയത്ത് ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം അല്ലെ. അപ്പൊ നർമ്മബോധമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും കാം ചെയ്യാൻ പറ്റുമോ, ഒന്നൊന്ന് തണുപ്പിക്കാൻ പറ്റുമോ ആ ഒരു സിറ്റുവേഷൻ? പറ്റോ? ഓക്കെ അല്ലെ. അപ്പൊ എന്താണ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ അല്ലെ, നല്ല നർമ്മബോധമുള്ള ആളായിരിക്കണം നമ്മുടെ നെഗോസിയേറ്റർ അല്ലെങ്കിൽ നെഗോസിയേഷൻ ടീമിലുള്ളവര്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോസിയേഷൻ. നമ്മുടെ നെഗോസിയേഷന്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെഗോസിയേഷൻ നടത്തുന്നത്? പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു ഹോസ്പിറ്റലിലേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണോ അല്ലെ? അപ്പൊ എന്താണ്? ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ അല്ലെ. അപ്പൊ നെഗോസിയേഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റുകളും അവരുടെ ലക്ഷ്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെ? മെറ്റീരിയൽസ് വാങ്ങിച്ചാൽ മാത്രമാണ് അല്ലെ അവരുടെ ഇൻട്രസ്റ്റുകളും അവരുടെ ഗോൾസുകളും നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റും അവരുടെ ഗോൾസുകളും നമുക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി ടു സീ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഇൻ ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻ അല്ലെ, നമ്മ ഓർഗനൈസേഷന് പ്രതികൂല സ്ഥാനത്തല്ലെന്ന് കാണണം. എന്ന് വെച്ചാല് നമ്മ ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് എന്തായിരിക്കണം അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്? നമ്മുടെ ബയ്യറായിട്ടുള്ള ആ ഒരു ചർച്ചയില്ല നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസിഷനിലേക്കായിരിക്കണം അല്ലെ എത്തിക്കേണ്ടത് അല്ലെ? പ്രതികൂലമായിട്ടാണോ തീരുമാനം ഉണ്ടാക്കേണ്ടത്? അപ്പൊ എന്താണ് ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന് പ്രതികൂല സ്ഥാനമല്ലെന്ന് കാണാം. എന്താണ്? അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. ഓക്കെ അല്ലേ? ഓപ്പോസിറ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ടു എൻഷുർ that the organization gets all benefits which can easily and comparatively come to in normal circumstances അല്ലെ. എന്താണ് നമ്മുടെ ആ ഒരു പർച്ചേസിംഗ് കൊണ്ട് ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ എന്ത് കിട്ടാം? ബെനിഫിറ്റ്സ് കിട്ടാം അല്ലെ. എങ്ങനെ? which can easily and comparatively come. എന്താണ് ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ വേഗത്തിലും താരതമ്യേന എന്താണ് നല്ല രീതിയിലും നമ്മുടെ ഓർഗനൈസേഷനിലെ ഗുണങ്ങൾ ലഭിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു പ്രോഫിറ്റ് നമുക്ക് ആ ഒരു പർച്ചേസിംഗ് കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടാക്കാം അല്ലെ. അവർ വിചാരിക്കുന്ന ആ ഒരു പ്രൈസിന്, അവർ വിചാരിക്കുന്ന ക്വാണ്ടിറ്റിയില്, അവർ വിചാരിക്കുന്ന ക്വാളിറ്റിയില് നമുക്ക് ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് ആ ഒരു പർച്ചേസിംഗ് എത്തിക്കാൻ സാധിക്കുക. ഓക്കെ ആണോ? നമുക്ക് സാധാരണ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു നെഗോസിയേഷൻ നടത്തി കാണിട്ട് നമ്മുടെ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഗുണങ്ങള്, ബെനിഫിറ്റ്സുകള് വേഗത്തിലും കമ്പാരിറ്റീവില് താരതമ്യേന എളുപ്പത്തിലും ലഭ്യമാക്കുക. ഓക്കെയാണോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെഗോസിയേഷൻ നടത്തുന്നത്? പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മ ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മ വാങ്ങുന്ന ആളായിരിക്കും, ബയ്യർ ആയിരിക്കും. അപ്പൊ നമ്മ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ചർച്ച നടത്തുന്നത്? നമ്മ പറയുന്ന ക്വാണ്ടിറ്റിയില്, നമ്മ പറയുന്ന കോസ്റ്റിന്, നമ്മ പറയുന്ന ക്വാളിറ്റിയില്, പറയുന്ന ടൈമിന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടായിരിക്കോ അല്ലേ? അല്ലേ? അപ്പൊ അത് അവിടെ പ്രാവർത്തികമാക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്
to see that the distant future of the organization is not bargained for the present. അല്ലെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം നെഗോസിയേഷൻ നടത്തുന്നത്? നമ്മുടെ പ്രസന്റിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം അല്ലെ നമ്മൾ വിലപേശേണ്ടത്. അല്ലെ, ഭാവിയിലേക്കാണോ ഫ്യൂച്ചറിലേക്കാണോ? ഇപ്പൊ നമുക്ക് എന്താണ് മെറ്റീരിയൽസ് ആവശ്യമായി വരുന്നുണ്ട് അല്ലെ, അല്ലെ ഇപ്പൊ നമുക്ക് എന്തൊക്കെ ഗുഡ്സുകൾ ആവശ്യമായി വരുന്നുണ്ട് എന്നല്ലേ നമ്മൾ പർച്ചേസ് നെഗോസിയേഷൻ നടത്തുന്നത് അല്ലെ. അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന പ്രോഡക്റ്റുകൾ ആവശ്യമായി വരും എന്നാണോ പർച്ചേസിംഗ് നെഗോസിയേഷൻ നടത്തുന്നത്? ആണോ? അല്ല അല്ലെ. അപ്പൊ എന്താണ് സംഘടനയുടെ ഡിസ്റ്റന്റ് ഫ്യൂച്ചർ? നമ്മ ഇപ്പൊ ഇങ്ങനെ ഇത്രയും രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് ഇത്രയും ഭാവിയിൽ ഇത്രയും രൂപ ലാഭം കിട്ടുന്നത് മുൻകൂട്ടിയാണോ? അങ്ങനെയാണോ നമ്മൾ നെഗോസിയേഷൻ നടത്തുന്ന സമയത്ത് ചിന്തിക്കേണ്ടത്? അല്ല, പ്രസന്റിലെ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് വേണം അല്ലെ ചർച്ചകൾ നടത്താൻ അല്ലെ. അപ്പൊ എന്താണ് പ്രസന്റ് നമ്മുടെ സംഘടന, ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു ഹോസ്പിറ്റലിന്റെ വിദൂര ഭാവി നമ്മുടെ പ്രസന്റില് നമ്മൾ ഇപ്പോ എന്താണ് വിലപേശുന്നിൽ നിന്ന് കാണാൻ. നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇപ്പൊ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ആവശ്യമായി വരുന്നുണ്ട്, ഇപ്പോഴത്തെ ആ ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എന്താണ് എന്നുള്ള കാര്യങ്ങള് മുൻകൂട്ടി കണ്ട് വേണം നമ്മൾ നെഗോസിയേഷൻ നടത്താൻ. നെക്സ്റ്റ് പറയുന്നത് ensure that the terms and conditions are settled in apparent terms and nothing is left to interpretations which may result in misunderstanding and bitterness. അല്ലെ, എന്താണ് നമ്മുടെ ഈ ഒരു പർച്ചേസിംഗ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന പർച്ചേസിംഗിന് നമ്മൾ ഉൾപ്പെടുത്തേണ്ട നിബന്ധനകളെ കുറിച്ചും എന്താണ് വ്യവസ്ഥകളെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം അല്ലെ. ആദ്യം തന്നെ അല്ലെ ഇത്ര പ്രൈസിന് അല്ലെ ഇത്ര ക്വാണ്ടിറ്റിയില് ഇന്ന ഫീച്ചേഴ്സ് ഉള്ള സാധനങ്ങളാണ് ആവശ്യം അല്ലെ. അത് എങ്ങനെയാണ് ഞങ്ങൾ എന്താണ് ഗഡുക്കളായിട്ട് ഇൻസ്റ്റാൾമെന്റ് 3 or 4 തവണകളായിട്ടായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റിലായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെക്ക് ആയിട്ടായിരിക്കും പേയ്മെന്റ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കണോ? അല്ലെങ്കിൽ എന്ത് വരും? അല്ലെങ്കിൽ എന്താ പറ്റുന്നേ? നമ്മ ആ ഒരു പർച്ചേസിങ് കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെ നമുക്ക് ആ ഒരു ബയ്യറിനും സെല്ലറിനും ഇടയിലെ തെറ്റിദ്ധാരണകളും ബിറ്റർനെസ്സിനൊക്കെ കാരണമാകോ? തമ്മിലെ തർക്കങ്ങൾക്കൊക്കെ കാരണമാകും അല്ലെ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആദ്യം തന്നെ പറഞ്ഞുറപ്പിച്ചില്ലെങ്കിൽ ആണോ? അപ്പൊ എന്താണ് നമ്മ ആ ഒരു നെഗോസിയേഷൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ എന്താണ് നമ്മുടെ കരാറുകളിൽ അല്ലെ എന്താണ് നിബന്ധനകളും വ്യവസ്ഥകളും വ്യക്തമായി നമ്മൾ എന്താണ് തീർപ്പാക്കിയിട്ടുണ്ടെന്നും ഭാവിയിൽ അല്ലെ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ഒരു തെറ്റിദ്ധാരണയ്ക്കും കയ്പിനും കാരണമായേക്കാവുന്ന നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു കാര്യങ്ങളും അവശേഷിപ്പിച്ചിട്ടില്ലെന്നും ഉറപ്പാക്കുക. ഓക്കെ ആണോ? മിസ് ഒന്നുകൂടെ പറയാം. എന്താണ് നമ്മ ഒരു നെഗോസിയേഷൻ നടത്തുന്ന സമയത്ത് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അല്ലെ. പ്രൈസിനെ കുറിച്ചുണ്ടാവും, ക്വാളിറ്റിനെ കുറിച്ചുണ്ടാവും, ക്വാണ്ടിറ്റിനെ കുറിച്ചിട്ടുണ്ടാവും, നമ്മ ആ പേയ്മെന്റ് നടത്തുന്ന രീതിയെ കുറിച്ചൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മ ആദ്യം തന്നെ അതൊക്കെ പറഞ്ഞു തീർപ്പാക്കണ്ടേ? അതല്ലെങ്കിൽ എന്ത് പറ്റും? ആ ഒരു പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം അവർക്കിടയിൽ തർക്കങ്ങൾ വരാം അല്ലെ, കൺഫ്യൂഷൻസ് വരാം ആണോ, ആശയക്കുഴപ്പങ്ങൾ വരാം അല്ലെ. ആണോ? പറയേ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ യാതൊരു തരത്തിലുള്ള തെറ്റിദ്ധാരണയ്ക്കും കൈപ്പേറും ബിറ്റർനെസ്സിന് അവർക്കിടയിൽ മുറുമുറുപ്പുകൾ വരാനുള്ള ഒരു കാര്യങ്ങളും അവശേഷിപ്പിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കൽ. ഓക്കെയാണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് formulating strategies, plan of action designed to achieve a long-term aim and tactics are vital parts of negotiation. എന്താണ് നമ്മ formulating strategies അല്ലെ തന്ത്രങ്ങള് മെനയുക. നമ്മ ഒരു നെഗോസിയേഷന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം? തന്ത്രങ്ങൾ മെനയണം അല്ലെ. നമുക്ക് ആ ഒരു പ്രൈസിന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റിയിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. പ്ലാൻ ഓഫ് ആക്ഷൻ ഡിസൈൻഡ് ടു അച്ചീവ് എ ലോങ് ടേം
നമുക്കൊരു ലോങ് ടേം ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി, അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്യുക. ആൻഡ് ടാക്ടിക്സ്, തന്ത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗോസിയേഷന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, വൈറ്റൽ പാർട്സുകളാണ്. നമ്മ ബയറും സെല്ലറുമായിട്ട് നെഗോസിയേഷൻ ചെയ്യുന്ന സമയത്ത് അവർ പല തന്ത്രങ്ങളും പറയാറുണ്ട് അല്ലെ? നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് നമ്മ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? ഉണ്ടോ? നമ്മ ഒരു കടയിൽ പോയി നോക്കിയേ, ഒരു സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ചിലപ്പോ സാധനങ്ങൾ വിൽക്കാൻ ആളുകൾ വരാറുണ്ട് അല്ലെ? സെയിൽസ് അതുമായി ബന്ധപ്പെട്ട് ആണോ? ഉണ്ട്. അപ്പൊ ചിലപ്പോ അവര് പറയുന്ന ആ ഒരു തന്ത്രങ്ങൾ, അവർ ആദ്യം തന്നെ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മളോട് എന്തൊക്കെ കാര്യങ്ങൾ പറയണം, നമ്മളോട് ആ ഒരു പ്രോഡക്റ്റിന്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് പറയണം എന്നൊക്കെ മുൻകൂട്ടി അവർ കണ്ടിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമ്മ അത് വാങ്ങി അവര് പോയി കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവാം അല്ലെ? നമുക്ക് അപ്പിടി പറ്റിപ്പോയി അല്ലെ? പറ്റിയിട്ടുണ്ടായിരിക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. ഓക്കെ. അപ്പൊ എന്താണ് ഫോർമുലേറ്റിംഗ്? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്ട്രാറ്റജീസ് മെനയുക അല്ലെ? ഫോർമുലേറ്റ് ചെയ്യുക. ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ബയ്യറിനെ കൊണ്ടെടുപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനും എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കാൻ സാധിക്കും, സ്ട്രാറ്റജീസ്. അതേപോലെ ബയ്യർ എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞ ആ ഒരു കോസ്റ്റിന് അല്ലെങ്കിൽ ആ പറഞ്ഞ ക്വാളിറ്റിയിൽ നമുക്ക് ആ പ്രോഡക്റ്റുകൾ ലഭ്യമാക്കാൻ നമ്മുടെ സപ്ലയേഴ്സിനോട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ സാധിക്കും എന്നുള്ള സ്ട്രാറ്റജീസ് മെനയുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പ്രോസസ് ഓഫ് നെഗോസിയേഷൻ. നമ്മുടെ നെഗോസിയേഷന്റെ പ്രോസസ്സുകൾ അല്ലെ, പ്രക്രിയകൾ എന്തൊക്കെയാണ്? സോറി, അതിന്റെ ഇടയിൽ ഒരെണ്ണം കൂടി ഉണ്ട്. നെഗോസിയേഷൻ കമ്മിറ്റി ഇൻക്ലൂഡ്സ് ഓഫ് ദി പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, particular person from the user department, most probably അഡ്മിനിസ്ട്രേഷൻ ഓൾസോ. എന്താണ് നമ്മുടെ നെഗോസിയേഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ പർച്ചേസ് മാനേജർ ഉണ്ടായിരിക്കും, ഫിനാൻസ് മാനേജർ ഉണ്ടായിരിക്കും, കൂടാതെ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു പെർട്ടിക്കുലർ പേഴ്സൺ, അതായത് ആ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റിൽ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ആർക്കാണോ കൂടുതൽ അറിവുള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും. കൂടാതെ പിന്നെന്താണ് മോസ്റ്റ് പ്രോബബിളിലെ എന്താണ് മിക്കവാറും നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ നിന്നുള്ള ഏതെങ്കിലും ആളുകളും കൂടി ആ ഒരു നെഗോസിയേഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നെഗോസിയേഷൻ കമ്മിറ്റിയിൽ പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ. അപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു അല്ലെ, പ്രത്യേക വ്യക്തി എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ നമ്മൾ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ പോകുന്നത്, ഇപ്പൊ ചിലപ്പോ ഡയറ്ററിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ ലബോറട്ടറിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഡയാലിസിസ് സെക്ഷനിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഫാർമസിയിലേക്കായിരിക്കും. അപ്പൊ അവിടെ നിന്നുള്ള ആളുകളായിരിക്കും കേട്ടോ വരുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ റേഡിയോളജി ആണെങ്കിൽ ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആള്, ലബോറട്ടറി ആണെങ്കിൽ ആ ഒരു ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു പ്രത്യേക വ്യക്തി. ഓക്കെ ആണോ? കൂടാതെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ നിന്നുള്ള ആള് കൂടി ഉണ്ടായിരിക്കും, ഒരു പേഴ്സൺ കൂടി ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പ്രോസസ് ഓഫ് നെഗോസിയേഷൻ. നമ്മുടെ നെഗോസിയേഷന്റെ പ്രോസസ്സുകള് 3 phases ആണ് കേട്ടോ. നമ്മുടെ നെഗോസിയേഷന്റെ പ്രോസസ്സ് 3 phases, 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് പ്രീ നെഗോസിയേഷൻ ഫേസ്. ആ പ്രീ നെഗോസിയേഷൻ ഫേസിൽ തന്നെ 5 സ്റ്റെപ്സുകൾ ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് കറക്റ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദി മെറ്റീരിയൽ. എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു മെറ്റീരിയലിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫോർമേഷൻ, കറക്റ്റ് ശരിയായിട്ടുള്ള അറിവുണ്ടായിരിക്കണം അല്ലെ, വിവരമുണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡയാലിസിസ് സെന്റേഴ്സിന്റെ ഒരു എക്യുപ്മെന്റ് ആണ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു എക്യുപ്മെന്റിനെ കുറിച്ചുള്ള കറക്റ്റ് ഒരു ധാരണ ഉണ്ടായിരിക്കണ്ടേ? അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ യൂസ് എന്തൊക്കെയാണ് അല്ലെ? ആണോ? നമ്മ വാങ്ങിക്കാൻ പോകുന്ന ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മെഷീനറീസിന്റെ മോഡൽ എന്താണ് അല്ലേ? അപ്പൊ എന്താണ് ആ ഒരു മെറ്റീരിയലിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു അറിവ് അല്ലെങ്കിൽ വിവരം ഉണ്ടായിരിക്കണം.
നെക്സ്റ്റ് പറയുന്നത് അനലൈസിസ് കൺസിസ്റ്റ് ഓഫ് ഇൻഫോർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പർച്ചേസ് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് എന്ത് കിട്ടും, പർച്ചേസ് റിക്വസിഷൻ കിട്ടും അല്ലെ. നമുക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇന്ന സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്, അത് ഇന്ന ഡേറ്റിനുള്ളിൽ ലഭ്യമാകണമെന്നും പറഞ്ഞ് നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് പർച്ചേസ് റിക്വസിഷൻ അയക്കും. ഓക്കെ ആണോ? ആ പർച്ചേസ് റിക്വസിഷൻ നോക്കിയിട്ട് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തെടുക്കുന്നുണ്ട്, പർച്ചേസ് എൻക്വയറി നമ്മുടെ സപ്ലയേഴ്സിൽ നിന്ന് അയച്ചു കൊടുക്കും. പല സപ്ലയേഴ്സ് ഉണ്ടാവും അല്ലെ, വിശ്വാസയോഗ്യരായിട്ടുള്ള 3, 4, 5 സപ്ലയേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു റിക്വസിഷൻ നോക്കിയിട്ട് ആ ഒരു പ്രൈസും ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിങ്ങാണ്ട് പർച്ചേസ് റിക്വസിഷൻ അയക്കും. ഓക്കെ ആണോ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലയേഴ്സിന് പർച്ചേസിംഗ് റിക്വസിഷൻ അയക്കും. അപ്പൊ നമ്മുടെ സപ്ലയേഴ്സ് ആ ഒരു റിക്വസിഷൻ റിക്വസിഷൻ എൻക്വയറി ആണ്, റിക്വസിഷൻ അല്ല, യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പർച്ചേസിംഗ് റിക്വസിഷൻ കൊടുക്കുന്നത്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലയേഴ്സിന് പർച്ചേസിംഗ് എൻക്വയറി കൊടുക്കും. എൻക്വയറി നോക്കി അവരെ നോക്കി വിലയിരുത്തിയതിനൊക്കെ ശേഷം നമ്മുടെ സപ്ലയേഴ്സ് ടെൻഡേഴ്സ് ഒക്കെ ഇല്ലേ, ഇന്ന പ്രൈസിന് കൊടുക്കാം, ഇന്ന ഡേറ്റിനുള്ളിൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മ 3, 4 സപ്ലയേഴ്സിന് പർച്ചേസ് എൻക്വയറി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവര് 3, 4 സപ്ലയേഴ്സ് നമ്മുടെ ടെൻഡർ അവര് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ടെൻഡർ അയക്കും. അപ്പൊ അവരെന്ത് ചെയ്യണം, ഈ ടെൻഡർ നമുക്ക് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? എല്ലാ സപ്ലയേഴ്സിന്റെ അടുത്തും പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ ടെൻഡർ വിലയിരുത്തവര് 5 ടെൻഡർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു 5 ടെൻഡറും നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് വിലയിരുത്തും. ആരാണ് കോസ്റ്റ് കുറവിന് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ലഭ്യമാക്കാന്ന് പറഞ്ഞിട്ടുള്ളത്, ആരാണ് എന്താണ് വേഗത്തിൽ അല്ലെ ലീഡ് ടൈം കുറച്ച് ആ ഒരു പ്രോഡക്റ്റ് ലഭ്യമാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തും. അതാണ് അനലൈസിംഗ് എന്ന് പറയുന്നത്. അനലൈസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫോർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. അവർക്ക് ലഭ്യമായിട്ടുള്ള എന്താണ് ടെൻഡറുകളൊക്കെ വെച്ച് കാണിട്ട് അവരൊരു അനലൈസിംഗ് വിശകലനം നടത്തുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ് ഡിഫൈൻ, ഹൗ മച്ച് വി ക്യാൻ ഗോ അല്ലെ. നമ്മളാണെങ്കിൽ ഉണ്ടാവും ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് മാക്സിമം എത്ര പൈസ ചെലവാക്കാൻ പറ്റുന്ന ഒരു ധാരണ ഉണ്ടായിരിക്കില്ലേ, ആദ്യം തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഒബ്ജക്റ്റീവ് ഡിഫൈൻ, നമ്മുടെ ലക്ഷ്യം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ, നമുക്ക് എത്രത്തോളം മാക്സിമം പോകാൻ സാധിക്കും, അതിന്റെ കോസ്റ്റില്, ലീഡ് ടൈമിന്റെ കാര്യത്തില്, പിന്നെന്താണ് അതിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തില്, അതിന്റെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് മാക്സിമം എത്ര പോകാൻ പറ്റുമെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് അല്ലെ. എന്താണ് നമ്മ പറയുന്ന നമുക്ക് ആ ഒരു ഗോൾസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പർച്ചേസിംഗ് അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് വികസിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കുക. ഡെവലപ്പ് ചെയ്യുക സ്ട്രാറ്റജീസ്, നമുക്ക് എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് പ്രിലിമിനറി ടാക്ടിക്സ് അല്ലെ, പ്രാഥമിക തന്ത്രങ്ങളാണ്. നമുക്ക് ഏത് തന്ത്രമാണ് കൂടുതൽ ആ ഒരു സിറ്റുവേഷനിൽ ആക്ട് ആകുന്നത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് വെക്കുക. ഓക്കെ ആണോ? പ്രൈസിന്റെ കാര്യത്തിലാണോ, അല്ലെങ്കിൽ ലീഡ് ടൈമിന്റെ കാര്യത്തിലാണോ, അല്ലെങ്കിൽ ഫീച്ചറിന്റെ കാര്യത്തിലാണോ, അപ്പൊ നമുക്ക് ഏത് ടാക്ടിക്സ് ആണോ, ഏത് തന്ത്രമാണ് ഏറ്റവും കൂടുതൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുക. ഓക്കെ ആണോ? ചിലപ്പോ അവര് 3, 4, 5 തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അതിൽ ഏത് തന്ത്രമാണ് അവർക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് മുൻകൂട്ടി നിശ്ചയിക്കുക. ഓക്കെ ആണോ? സ്റ്റെപ്സ് പ്രീ നെഗോസിയേഷൻ ഫേസ് ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.